വലിയ ആഘോഷ നിറവിലേക്ക് കോഴിക്കോടും എത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് നടക്കാവിലാണ്. നടക്കാവിൽ രാവിലെ മുതൽ തന്നെ ഈ വിധത്തിലുള്ള കാഴ്ച നമുക്ക് കാണാനാകുന്നു. ഇന്നലെ രാത്രിയും ഇത്തരത്തിൽ വലിയ തിരക്ക് പലയിടങ്ങളിലും കാണാനാകുന്ന കാഴ്ച തന്നെയാണ് ഉണ്ടായത്. വിവിധ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നു. അതായത് പപ്പാഞ്ഞിയുടെ വലുതും ചെറുതുമായിട്ടുള്ള രൂപങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, അത് വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്മസ് ട്രീകളുണ്ട്. നല്ല ഉയരം കൂടിയതുണ്ട്, ഉയരം കുറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിലും വളരെ വൈവിധ്യമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് നക്ഷത്രങ്ങളുടെ കാര്യം. LED ബൾബുകളുടെയും അതുപോലെ LED നക്ഷത്രങ്ങളുടെയും വലിയ ഒരു ശേഖരം തന്നെയാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. മാത്രമല്ല മുൻവർഷങ്ങളൊക്കെ വീടുകളിൽ തന്നെയാണ് പുൽക്കൂടുകൾ ഒരുക്കിയിരുന്നത് എങ്കിൽ ഈ സമീപകാലത്തായിക്കൊണ്ട് പുൽക്കൂടൊക്കെ തന്നെ റെഡിമെയ്ഡ് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് വന്ന് അത് വാങ്ങി കൊണ്ടുപോകാവുന്ന വിധത്തിൽ തന്നെ റെഡിമെയ്ഡ് പുൽക്കൂടുകളും സജ്ജമാണ്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പുൽക്കൂടുകൾ, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകൾ, ഈ വിധത്തിലുള്ള ക്രിസ്മസ് ട്രീ അപൂർവമാണ്. മുൻവർഷങ്ങളൊക്കെ അപേക്ഷിച്ച് വരുമ്പോൾ ഇത്തരത്തിൽ ഒരു കുത്തനെയുള്ള ഒരു ട്രീയും അതുപോലെ തന്നെ അതിൽ പൂർണ്ണമായും ലൈറ്റുകളാണ്. സന്ധ്യയാവുന്നതോടുകൂടിയാണ് നമുക്കത് കൂടുതൽ വ്യക്തമായി കാണാനാവുക. അത് ഫുള്ള് ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ചയും ഏറെ നയന മനോഹരമാണ്. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ, ഒപ്പം തന്നെ ക്രിസ്മസിനെ വരവേൽക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധ ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമാണ്. അതുപോലെ പപ്പാഞ്ഞിയുടെ ചെറുതും വലുതുമായിട്ടുള്ള രൂപങ്ങളുണ്ട്. കൂടാതെ മുഖത്ത് മാസ്കായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മുഖംമൂടിയായി ഉപയോഗിക്കാം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും വിപണിയിൽ സജീവമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത് ക്രിസ്മസ് പാപ്പയുടെ വടി, ഊന്നുവടിയാണിത്. നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ഊന്നുവടികൾ. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വിപണിയിൽ സജീവമാണ്. എങ്ങനെയുണ്ട് വിപണി? എങ്ങനെയുണ്ട്? വ്യാപാരം നല്ല രീതിയിൽ നടന്നു. ഇന്ന് ശരിക്കും കലാശക്കൊട്ടാണ്. വിപണി കൂടുതൽ സജീവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു ബിസിനസ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതല്ല, ഇത് പണ്ട് കാലങ്ങളിലൊക്കെ 10 വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഒരു വിഭാഗം മാത്രമായിരുന്നു ഈ സ്റ്റാറും അതുപോലെ ഗ്രിപ്പ് സെറ്റും അതുപോലെ പിന്നെ ഡെക്കറേഷൻസൊക്കെ കൊണ്ടുപോയത്. ഇപ്പോൾ അതല്ല, എല്ലാ സമുദായങ്ങളും എല്ലാവരും ഇത് കൊണ്ടുപോയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു അടയാളമാണ് ഇപ്പോൾ സ്റ്റാർ. എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നല്ല സജീവമായിട്ട് ഒരുപാട് സാധനങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഈ ട്രീ സെറ്റുകളൊക്കെ ഡൽഹിയിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ അത് നേരെ മറിച്ച് ചൈനയിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് കളർഫുള്ളായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ടീഷർട്ടുകൾ, ബാനറുകൾ, ട്രീൻ്റെ മുകളിൽ ഡെക്കറേഷൻ, ട്രീ തന്നെ പല വലിപ്പത്തിലും പല മോഡലുകളിലും, അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും പിന്നെ വാങ്ങിപ്പോകാൻ പറ്റിയ എല്ലാ ഐറ്റവും ടോയ്സ് മാതിരിയുള്ള സാധനങ്ങൾ പോലും ഇപ്രാവശ്യം വിപണിയിലുണ്ട്, ക്രിസ്മസിൻ്റെ വിപണിയിലുണ്ട്. അപ്പോൾ സജീവമാണ്, നല്ല വ്യാപാരം നടന്നു. ഇന്ന് കലാശക്കൊട്ടാണ്. ഇന്നത്തോടുകൂടി ക്രിസ്മസിൻ്റെ കച്ചവടം അവസാനിക്കും. പക്ഷേ 1-ാം തീയതി വരെ ഇതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കും. 1-ാം തീയതി ന്യൂ ഇയർ ആകുമ്പോൾ ആഘോഷിക്കാനുള്ള ഡെക്കറേഷൻസുമായിട്ട് കുറേ ആൾക്കാർ സാധനം വാങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ നല്ലതാണ്. ഞങ്ങൾ വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റിലെ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പാപ്പാസിൻ്റെ സാധനങ്ങളെല്ലാം ഇതാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. സ്റ്റാർ മേടിച്ചു, ട്രീ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഓർണമെൻറ്റ്സ് മേടിച്ചു. പിന്നെ അമ്മ ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ തന്നു. ഇത്രയേ ഉള്ളൂ.